ആനുവൽ ലീവ് എടുത്തതെല്ലാം പല സാങ്കേതിക കാരണങ്ങളാൽ യൂസ്ഫുൾ അല്ലാതെ പോയി. എന്നാൽ പിന്നെ 4 സിനിമയും കണ്ട് റീലും കണ്ട് സുഖം സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് കരുതിയപ്പോഴാണ് കെട്ടിയോൻ്റെ നിരന്തര ശല്യം. അമ്മ നാട്ടിൽ വെക്കുന്ന പോലത്തെ പാവയ്ക്കാച്ചാർ ഇടണത്രേ. ഏതായാലും പാരമ്പര്യമായിട്ട് കിട്ടിയ കൈപ്പുണ്യം വെച്ച് ഞാൻ ഈ പാവയ്ക്കാച്ചാർ അങ്ങുണ്ടാക്കാവേ. നിങ്ങളും പോരെ? പാവയ്ക്ക ഞാനിങ്ങനെ നല്ല നീളത്തിലരിയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും വിനാഗിരിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് 1/2 മണിക്കൂറത്തേക്ക് വെച്ചേക്കും. പാവയ്ക്ക അങ്ങനെ അടച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റ് എടുത്ത് ദാ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെക്കണം. കുറച്ച് പച്ചമുളകും കൂടി എടുത്ത് ദാ ഇങ്ങനെ വട്ടത്തിലും നീളത്തിലുമായിട്ട് അരിഞ്ഞ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അരിഞ്ഞ് വെക്കണം. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ എൻ്റെ കെട്ടിയോന് കൊടുത്തു. ക്യാരറ്റ് മുളകും എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാവയ്ക്ക റെഡിയായി. പാവയ്ക്ക ഇങ്ങനെ കൈക്കെല്ലാണ്ടായിട്ട് നന്നായിട്ട് പിഴിയണം. നന്നായിട്ട് പിഴിഞ്ഞാലേ മൊത്തം കയ്പൊക്കെ പോകത്തുള്ളൂ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേ ഇങ്ങനെ ഇരിക്കും. ഇനി ഒരു പാൻ എടുത്ത് പതിയെ അടുപ്പിലേക്ക് വെച്ച് അത് നല്ലപോലെ ചൂടായി വരുമ്പം എള്ളെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എള്ളെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വന്നാൽ അപ്പം തന്നെ കടുകിടാം. കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് തന്നെ കുറച്ച് ഉലുവയും കൂടി എടുത്ത് അത് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക. കടുകും ഉലുവയും പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് ഇങ്ങനെ വഴറ്റണം. നന്നായി വഴന്ന് വരുമ്പോൾ ഉപ്പും കായവും ചേർക്കണം. കായത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നു കേട്ടോ. ഇനി ഇപ്പം വിനാഗിരിയും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി അത് നല്ലപോലെ തിളച്ചിങ്ങനെ വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരുന്ന് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. കാരണം ക്യാരറ്റിന് ഇച്ചിരി വേവ് കൂടുതലാണേ. ക്യാരറ്റ് ഇങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ പാവയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാവേ. പാവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വിനാഗിരിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. എന്നിട്ട് ഇങ്ങനെ അടച്ചൊരു 5 മിനിറ്റ് നേരത്തേക്ക് വെക്കണം. 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് തുറക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന അച്ചാർ റെഡിയാണേ. നോക്കിയാൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഏതെങ്കിലും സാധനങ്ങൾ കുറവുണ്ടോ എന്ന് നോക്കി കൂട്ടണമെങ്കിൽ കൂട്ടണം. ഉപ്പ്, കായം, വിനാഗിരി. എനിക്കൊരു ശകലം വിനാഗിരി കുറവായിരുന്നാണ് ഞാനൊരു ശകലം വിനാഗിരിയും കൂടെ ചൂടാക്കിയിട്ട് ഒഴിക്കാറുള്ളേ. ചൂടാക്കാതെ ഒഴിച്ചാൽ വിനാഗിരിയുടെ കുത്തൽ വരുമേ. അടിപൊളി പാവയ്ക്ക അച്ചാർ. കെട്ടിയാണ് ഹാപ്പിയായി, ഞാനേ ഹാപ്പിയാണേ. ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. നിങ്ങളും ഹാപ്പിയാകും, എനിക്ക് ഉറപ്പാണ്.